സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഏതോ ജന്മകൽപ്പന സീരിയൽ നാളത്തെ എപ്പിസോഡ് നമ്മുടെ ശ്രുതിയും അശ്വിനും തമ്മിലുള്ള അടിപൊളി പെർഫോമൻസ് ആട്ടോ. രണ്ടുപേരും കൂടെ റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല നമ്മുടെ ശ്രുതിയുടെയും അശ്വിന്റെയും മനസ്സിലെ ഉള്ളിലെ രണ്ടുപേരുടെ സ്നേഹവും ഒക്കെ അങ്ങ് പുറത്തങ്ങ് പ്രകടിപ്പിക്കുക കേട്ടോ. ഇതൊക്കെ കണ്ട് കണ്ണ് തള്ളിയിട്ട് അവിടെ ഇരിക്കുന്നവരൊക്കെ നോക്കുന്നുണ്ട്. ശ്യാമോ അതുപോലെ തന്നെ എൻകെ അതുപോലെ തന്നെ മുത്തശ്ശി എല്ലാവരും ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട് കേട്ടോ. അപ്പത്തേനും നമ്മുടെ ശ്രുതിയുടെ കൂടെ ഡാൻസ് കളിക്കാനായിട്ടുള്ള കുട്ടി വന്നില്ല, പേരായിട്ട് കളിക്കുന്ന. അപ്പത്തേനും ശ്രുതി ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽപ്പുണ്ട്. ആരെ കൂടെ കളിക്കാനായിട്ട്? എന്തായാലും എനിക്കും പറ്റത്തില്ല, ആകാശിനും പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. അവരൊക്കെ ഡാൻസ് വരന്റെ കൂടെ വരന്റെ ആളായിട്ട് കളിച്ചതാ, ഒരിക്കലും പറ്റത്തില്ല. പിന്നെ നമ്മുടെ ഡാൻസ് കളിക്കാത്ത ഒരാൾ അശ്വിനാണ് കേട്ടോ. അശ്വിന് മാത്രമേ ഇനി ശ്രുതിയോട് ഡാൻസ് കളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ അഞ്ജലി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി നീ ഇങ്ങനെ നിൽക്കുന്നത്, നിന്റെ പെർഫോമൻസ് ആയില്ലേ, പെട്ടെന്ന് വരൂ എന്നൊക്കെ പറയുമ്പോൾ എന്റെ കൂടെ കളിക്കുന്ന കുട്ടി വന്നില്ല എന്നൊക്കെ പറയുക. അപ്പത്തേനും ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറയുക. അപ്പത്തേനും പറയുന്നുണ്ട്, എന്തായാലും നിന്റെ കൂടെ കളിക്കാൻ ഇനി അശ്വിൻ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയാം. അപ്പത്തേനും നമ്മുടെ എപ്പോഴും നമ്മുടെ ശ്രുതി പറഞ്ഞിട്ട്, അയ്യോ അതൊരിക്കലും പറ്റത്തില്ല, കാരണം അങ്ങനെ ഒരു പെർഫോമൻസ് അല്ല. ഇപ്പൊ ഈ മസിലും പിടിച്ച് നടക്കുന്ന ഒരാൾ, ചിരിക്കാൻ പോലും അറിയാത്ത ഒരാൾ ഇത് കളിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും പറയുന്നുണ്ട്, എന്തായാലും അശ്വിനോട് ഞാൻ സംസാരിക്കാം, എന്തായാലും നിനക്ക് കളിച്ചല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഞ്ജലി പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രുതി വിചാരിക്കുന്നുണ്ട്, എന്തായാലും എനിക്ക് ഈ പെർഫോമൻസിൽ മാർക്ക് കുറഞ്ഞാലായിട്ട് ഒരിക്കലും എനിക്ക് അതും കൊണ്ട് എനിക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല, എനിക്ക് ജയിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മുടെ ശ്രുതി അങ്ങ് ഉറപ്പിച്ചേക്കുക കേട്ടോ. അശ്വിൻ കൂടെ കളിച്ചാൽ എന്തായാലും തനിക്ക് തോൽവി ഉറപ്പാണെന്ന് വിചാരിച്ചിരിക്കുക. കാരണം ചിരിക്കാനും കൂടി സംസാരിക്കാനോ ചിരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ആളുകളെടുത്ത് നേരെ സ്നേഹത്തോടെ പെരുമാറാനോ അറിയില്ലാത്ത ആള് എന്റെ കൂടെ ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കും, അത് ലവ് സോങ് അല്ലേ, എങ്ങനെ കളിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങേര് മനഃപൂർവ്വം തെറ്റിക്കാൻ നോക്കും, കാരണം അങ്ങേര് ജയിക്കാൻ വേണ്ടിയിട്ട് വാശിയിൽ നടക്കുമല്ലേ. അങ്ങനെയൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അശ്വിനോട് പോയി സംസാരിക്കുന്നുണ്ട്. ആദ്യം പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി അതുകൊണ്ടായിരിക്കും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതെന്ന് കരുതിയിട്ട് നമ്മുടെ ശ്രുതി കരയുന്നതോ വിഷമിക്കുന്നതോ കാണാൻ ഒരിക്കലും അശ്വിന് ഇഷ്ടപ്പെടത്തില്ല. കാരണം നമ്മുടെ അശ്വിന് ശ്രുതി എന്ന് വെച്ചാൽ ജീവന്റെ ജീവനാണ്. ഉള്ളിന്റെ ഉള്ളിൽ ശ്രുതിയെ ഒത്തിരി ഇഷ്ടമാണെങ്കിലും പുറത്ത് ഭയങ്കര ദേഷ്യം പ്രകടിപ്പിക്കുകയാണല്ലോ അശ്വിന്. അങ്ങനെ നമ്മുടെ ശ്രുതി വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അശ്വിൻ സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പത്തേന് ആകെ ടെൻഷനിൽ ശ്രുതി നിൽപ്പുണ്ട്. എന്തായാലും തോൽക്കുമെന്ന് ഉറപ്പിച്ചിട്ടാണ് സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പത്തേനും നമ്മുടെ ശ്രുതിയുടെ മനസ്സ് ആകെ കൈവിട്ട് പോയി. എന്തായാലും ഇത് പോയി തന്നെ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ അശ്വിന്റെ അടിപൊളി പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ കാഴ്ചവെക്കുക കേട്ടോ. നമ്മുടെ ശ്രുതി പോലും വിചാരിക്കുന്നില്ല ഈ സാറിന് ഇങ്ങനെ കളിക്കാൻ പറ്റുമോ എന്ന്, നമ്മുടെ ശ്രുതി പോലും വിചാരിക്കുന്നില്ല കേട്ടോ. രണ്ടുപേരും അങ്ങ് ഉള്ളിലുള്ള പ്രണയമൊക്കെ അങ്ങ് പുറത്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ അശ്വിന് ശ്രുതിയോടുള്ള പ്രണയവും അതുപോലെ തന്നെ ശ്രുതിക്ക് അശ്വിനോടുള്ള പ്രണയവും ഒക്കെ അത് ആ പാട്ട് ആ ലവ് സീനിലൊക്കെ മൊത്തം ഇങ്ങനെ അവർ തമ്മിൽ ശരിക്കും ഒരു ജീവിക്കുകയാണെന്ന് തന്നെ തോന്നിപ്പോവും. അത്ര അടിപൊളിയായിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും അവരൊരു ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ സ്നേഹിക്കുന്ന രണ്ടുപേര് തമ്മിൽ കളിക്കുന്ന ഒരു ഡാൻസ് ആയിട്ട് മാത്രമേ അവര് കാണുള്ളൂ. കാരണം പുറമെ അവര് കീരിയും പാമ്പും പോലെ ഒന്നും ആ പെർഫോമൻസിൽ കാണാൻ പറ്റത്തില്ല. അത്ര ഇഴുകി ചേർന്ന് അടിച്ച് പൊളിച്ച് അവർ കളിക്കുക കേട്ടോ. ഇതൊക്കെ എല്ലാരും കണ്ണു മീച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കഴിഞ്ഞപ്പോ നമ്മുടെ ശ്രുതിക്ക് ആകെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് താൻ കണ്ട സ്വപ്നം തന്നെ, ഞാൻ കണ്ട അശ്വിൻ ഇതാണോ, ഇങ്ങനെ സാറിന് കളിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കും കേട്ടോ. അങ്ങനെ എല്ലാരും വന്നിട്ട് നമ്മൾ ശ്രുതിയെക്കാളും അശ്വിന്റെ പെർഫോമൻസ് ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട. ആ പെർഫോമൻസിൽ മാത്രമല്ല 10ന് 10 മാർക്ക് നമുക്ക് ശ്രുതിക്ക് കിട്ടുകയും ചെയ്യുക. അപ്പത്തേനും നമ്മുടെ ഈ ശ്രുതിയുടെ ഈ വിജയത്തിന് പിന്നിൽ നമ്മുടെ അശ്വിനാണ്. കാരണം അശ്വിൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ശ്രുതിക്ക് ഒരിക്കലും ആ പെർഫോമൻസ് അത്ര നല്ലതായിട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. എന്നിട്ടെന്നാൽ ശ്രുതിയാണെങ്കിൽ റൂമിൽ പോയിട്ട് എന്നിട്ട് പ്രീതിയും പറയുന്നുണ്ട് കേട്ടോ, സാറ് നിന്റെ കൂടെ സൂപ്പറായിട്ട് കളിച്ചു, നല്ല രസമായിരുന്നു എന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട് കേട്ടോ. റൂമിൽ പോകുന്ന ഇതൊക്കെ കണ്ടിട്ട് ആ ശ്യാമിനെ സഹിക്കാൻ പറ്റില്ല. അപ്പോ ശ്യാമിന് എന്ന് വെച്ചാൽ ശ്രുതിയോടെന്ന് വെച്ചാൽ ഭ്രാന്തമായിട്ടുള്ള സ്നേഹമായി. ഇത് പെർഫോമൻസ് ഒക്കെ കണ്ട് ആകെപ്പാടെ കണ്ണും തള്ളി ശ്രുതി അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ശ്രുതിയെ കണ്ട കണ്ണെടുക്കാൻ തോന്നില്ലല്ലോ, അത്ര സുന്ദരിയായിട്ട് ഇരിക്കുവല്ലേ. അപ്പത്തേനും നമ്മുടെ ശ്യാമിന് ശ്രുതിയോട്
ഇഷ്ടം കൂടി കൂടി വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ശ്യാമിന്റെ എല്ലാ കളത്തരമൊക്കെ മനസ്സിലായി. ഇനി എന്ത് പറഞ്ഞിട്ടും ശ്രുതി വിശ്വസിക്കില്ല എന്ന അവസ്ഥയിൽ തന്നെയല്ലോ. അപ്പത്തേനും ഏത് രീതിയിലും നമ്മുടെ ശ്രുതിയെ സ്വന്തമാക്കണമെന്ന് മാത്രമേ ഇപ്പം ശ്യാമിന്റെ മനസ്സിലുള്ളൂ. എങ്ങനെയെങ്കിൽ അഞ്ജലിയെ ഒഴിവാക്കിയിട്ട് ശ്രുതിയെ കല്യാണം കഴിക്കുക, ഇത് മാത്രമാണ് അയാളുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് ആരെ കൊല്ലാനും മടിക്കത്തില്ല. സ്വന്തം ഭാര്യയായാലും വീട്ടിലുള്ളവരായാലും ആരെയും കൊല്ലാൻ മടിക്കാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ, ഒരു ഭ്രാന്തനെ പോലെ. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ റൂമിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി വന്നിട്ട് നമ്മുടെ അശ്വിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. സാർ എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ സ്വപ്നമാണോ ഇത് കണ്ടത്? സാറിന് ഇങ്ങനെയും കളിക്കാൻ പറ്റുമോ? ഇങ്ങനെയും സാറിന് മാറാൻ പറ്റുമോ? അത് എന്റെ കൂടെ സാർ കളിച്ചോ? കാരണം തന്നെ ഒരുപാട് വെറുക്കുന്ന ഒരാൾ തന്റെ കൂടെ നിന്ന് ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് കളിക്കാന്ന് വെച്ചാൽ ശ്രുതിക്ക് അത് ഇങ്ങോട്ട് ഉൾക്കൊള്ളാനേ പറ്റില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നത് നമ്മുടെ അശ്വിന്റെ മുഖത്താണ് കേട്ടോ. അശ്വിൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞത് ശരിയാണെന്ന് അശ്വിന് ചിന്തിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ശ്രുതിയെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ദേഷ്യത്തോട് മാത്രമേ പെരുമാറിയിട്ടുള്ളൂ, സ്നേഹത്തോടെ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ തന്നെ നമ്മുടെ അശ്വിനെ ഇങ്ങനെ നോക്കിയിട്ട് ശ്രുതി മിണ്ടാതെ ഇങ്ങനെ കുഞ്ഞു നിൽക്കുവാട്ടോ. അപ്പത്തേനും പറയുന്ന, ഇത് ഞാൻ കാണിച്ച പെർഫോമൻസ് മാത്രമാണ്, അല്ല നീ എന്താ കരുതി എനിക്ക് നിന്നോട് പ്രണയമാണെന്നോ, അതൊക്കെ നിന്റെ വെറും തോന്നലാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറെ ഡയലോഗ് ഒക്കെ പറയുക കേട്ടോ. എന്നിട്ട് ശ്രുതി വിചാരിക്കുന്നുണ്ട്, ഓ ഇങ്ങനെ സ്വഭാവം ഒരിക്കലും മാറാൻ പോണില്ല, ഇങ്ങനെ പണ്ടത്തെ പടി ഇങ്ങനെ തന്നെ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മള് ശ്രുതി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാട്ടോ. അപ്പത്തേനും നമ്മുടെ ശാമ്പാണിക്ക് ഒളിച്ചു നിന്ന് നമ്മുടെ ശ്രുതിയും അശ്വിനും സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും നമ്മുടെ ഇതാണ് കേട്ടോ ഇനി വരുന്ന നാളത്തെ എപ്പിസോഡ്. അപ്പൊ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.